ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ വന്നത് ലഡു ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ എടുത്തത് കടലക്കപ്പരിപ്പ്. കടലക്കപ്പരിപ്പ് കഴുകിയതിന് ശേഷം മിക്സിയിലിട്ട് നല്ലോണം 2 മണിക്കൂർ കുതിർത്തി വെച്ച് പിന്നെ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മൈദയും ബേക്കിംഗ് സോഡയും കൂടി നല്ലോണം അരച്ചെടുക്കുക. ഈ ലഡു ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. അല്ലാണ്ട് എല്ലാവരും കടലക്ക പൊടി കൊണ്ടാണ് ഉണ്ടാക്കുക. പക്ഷെ ഞാനിവിടെ നമ്മളിവിടെ വെറൈറ്റി ആയിട്ട് കടലക്ക. അപ്പോൾ അത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഓരോ ബോളാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം പൊരിഞ്ഞു വരണം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് പൊരിച്ചെടുത്ത് അങ്ങനെ മറിച്ച് പൊരിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു ടിഷ്യൂവിലിട്ട് അതിൻ്റെ എണ്ണയൊക്കെ വറ്റണം. നല്ലോണം പൊരിഞ്ഞു വന്നു. അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ പൊരിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പൊടിച്ചെടുക്കുക. പിന്നെ ഇതിന് വേണ്ട പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം ചേർത്തു. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, 1 കപ്പ് പഞ്ചസാരയും കൂടി അതിലേക്ക് ഞാൻ ആഡ് ചെയ്തു. നല്ലവണ്ണം ഇളക്കി കൊടുത്ത് പഞ്ചസാര പാനിയാവുന്ന വരെ ഇതാക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായ് പൊടി ഇടുക. ഒന്നുകൂടി മിക്സ് ചെയ്യുക. പിന്നെ ഇത് ഞാനിവിടെ ഒരു ഓറഞ്ച് ലഡുവാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് ഞാനൊരു റെഡ് കളർ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞ കളർ ഇല്ലാത്ത കൊണ്ടാണ് റെഡ് എടുത്തത്. നിങ്ങൾക്ക് നല്ല കളർഫുൾ ആവും, അതുകൊണ്ടാണ്. പിന്നെ നല്ലോണം ഇളക്കി കൊടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഈ കടലക്ക പരിപ്പില്ലേ അതും കൂടി ചേർക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. അതെല്ലാം കൂടി മിക്സ് ആയി വരുമ്പോൾ ഡ്രൈ ആയി പഞ്ചസാര സിറപ്പെല്ലാം അതിൽ കുറച്ച് അലിഞ്ഞു ചേർന്ന് നെയ്യ് ഒഴിക്കണം. അതിനായി ഞാനിവിടെ കുറച്ച് നെയ്യ് എടുത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ടുണ്ട്. ഉണ്ടല്ലോ. അത് നല്ലോണം പൊരിഞ്ഞു വന്നാൽ ഇതല്ല കറി വേണം. മിശ്രിത കൂട്ടിലേക്ക് ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടി നല്ലോണം ഇളക്കി കൊടുക്കുക. എല്ലാം ഫുള്ളായിട്ട് മിക്സ് ആണ്. പിന്നെ നമ്മൾ ഓരോ ബോളാക്കിയിട്ട് ഉരുട്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ എല്ലാ ലഡുവും ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ അണ്ടിപ്പരിപ്പും അതിൻ്റെ മേലെ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാം. വേണേ ഫ്രിഡ്ജിൽ